നോയിങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുക. മനസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ മനസ്സിലാക്കണേ? ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ മനസ്സിലാക്കണേ? മനസ്സിനെ മനസ്സിലാക്കണം. ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചുമ്മാ ജീവിക്കുന്നതല്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ജീവിച്ചാൽ പോരാ, കഴിഞ്ഞുകൂടിയാ പോരാ, ജീവിക്കണം. അപ്പോ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ അറിഞ്ഞിരിക്കണം. മനസ്സിനെ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സെന്താണെന്നൊന്ന് പറയണ്ടേ? പൊതുവെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളും വികാരങ്ങളും എന്നാണ് മനസ്സിനെ പറ്റി പറയാറുള്ളത്. സാധാരണഗതിയിൽ ചിന്തിച്ചിട്ടാണ് വികാരങ്ങൾ വരുന്നത്. വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ബോസിനെ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു ഗുഡ് മോർണിംഗ് തന്നില്ല. അന്നേരം ചിലപ്പോൾ അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കണം നിർബന്ധമില്ല. നമ്മുടെ ഗുഡ് മോർണിംഗ് അതിനിടെ സാറ് വരുന്ന കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തു. അയാളെ ഇങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്കുക നമുക്കറിയത്തില്ല, നമ്മൾ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങർക്ക് യാതൊരു മാറ്റവും കണ്ടില്ലല്ലോ, അപ്പൊ അയാൾ എന്നെ ഗവനിച്ചില്ലല്ലോ. അതൊരു ചിന്തയാണ്. ഗവനിച്ചില്ലല്ലോ, എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ, ശ്രദ്ധിച്ചിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഉള്ളതാണ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ തോട്ടുകൾ അനുസരിച്ചിട്ടുള്ള വികാരങ്ങൾ വരും. അപ്പൊ വേണമെങ്കിൽ ദേഷ്യം വരാം, ഇനി വേണമെങ്കിൽ സങ്കടം വരാം, ഇനി അതുമല്ല എങ്കിൽ വെറുപ്പ് വരാം, അല്ലേ? ഏത് വികാരങ്ങളും വരാം, സങ്കടവും വരാം. അപ്പോ നിങ്ങള് ഏത് തരത്തിലുള്ള ചിന്തയാണ് അവിടെ ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വികാരങ്ങള്. അപ്പോ നോയിങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ പഠിക്കുക. എന്തൊക്കെയാണ് പഠിക്കുന്നത്? സങ്കടം വന്നു എന്നറിഞ്ഞു, സങ്കടം വരാനുണ്ടായിരുന്ന ലാംഗ്വേജ് എന്താണെന്ന് പഠിച്ചു. ദേഷ്യം വന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ലാംഗ്വേജ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ വികാരത്തെയും ചിന്തകളെയും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് നോയിങ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. എന്തിനാണ് നോയിങ് യുവർ സെൽഫ്? ഈ മനസ്സിനെ എന്തിനാ പഠിക്കുന്നത്? കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആ മനുഷ്യനെ കാണുമ്പോഴൊക്കെ നമുക്ക് വെറുപ്പോ അല്ലെങ്കിൽ ദേഷ്യമോ അരിശോ ഒക്കെ വന്നെന്ന് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ജീവിതം കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ ഇത് അറിഞ്ഞാലോ? അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ജോബ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്? റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം അല്ല, റിപ്പയർ എവിടെയാ ചെയ്യേണ്ടത്? അകത്ത് കയറി റിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ കയറി നമ്മൾ റിപ്പയർ ചെയ്യണം. എവിടെയാ റിപ്പയർ ചെയ്യുന്നത്? റിപ്പയർ ചെയ്യാൻ NLP-ക്കാര് ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മാപ്പ് എന്ന് പറയും. MAP, മാപ്പ്. ഈ നമ്മുടെ ഉള്ളിലൊരു മാപ്പുണ്ട്. ആ മാപ്പിന് എന്തോ പരിക്ക് പറ്റി. അതുകൊണ്ടാണ് ഈ ദേഷ്യവും സങ്കടവും പേടിയൊക്കെ വരാനുള്ള കാരണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാപ്പിൽ കയറി റിപ്പയർ ചെയ്യണം. ആ റിപ്പയർ ചെയ്ത് കണ്ടീഷനാക്കി എടുത്തു കഴിയുമ്പോൾ അപ്പൊ ഇത് നോ യുവേഴ്സ്. ഈ മനസ്സിനെ, ഈ മാപ്പിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ അതുപോലത്തെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കും. നമുക്കറിയാം ഹൗ ടു. കാരണം റിപ്പയർ ചെയ്തില്ലെങ്കിൽ കേടായ മാപ്പും കൂടെ നമ്മൾ അങ്ങനെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ശ്രവിക്കാൻ പോകുന്നത്. അപ്പൊ അതിനാണ് റിപ്പയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഈ മാപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ കേടുള്ള രീതി കൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മാപ്പ് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പൊ ഈ മാപ്പിനെ നമ്മൾ അപ്പപ്പ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മുടെ NLP-യുടെ ഭാഷ പറഞ്ഞ മോഡിഫൈ ചെയ്യാന്ന് പറയും. കയറി കിടക്കുന്ന മാപ്പിനെ മോഡിഫൈ ചെയ്യുക. അപ്പൊ മാപ്പ് എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ 5 സെൻസറി ഓർഗൻ കൊണ്ട് കയറുന്ന സംഗതികളൊക്കെ
പുറത്തുനിന്നുള്ള സംഗതികളാണ് അകത്തേക്ക് ഈ സെൻസറി ഓർഗൻ കൊണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടു കയറ്റുന്നു, കേട്ട് കയറ്റുന്നു, രുചിച്ച് കയറ്റുന്നു, ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കയറ്റുമ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പരിക്ക് പറ്റിച്ചിട്ട് നമ്മൾ കയറ്റുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പ്രശ്നം. പരിക്ക് പറ്റിച്ചിട്ട് കയറ്റിയത് കൊണ്ടാണ് തിരിച്ച് പിന്നീട് നമ്മൾ ഇതിനെപ്പറ്റി ഓർക്കുമ്പം ആ പരിക്കോട് കൂടി നമ്മൾ കാര്യങ്ങൾ ഓർക്കുന്നത്. അതുകൊണ്ട് കയറ്റി കഴിയുമ്പം പരിക്കാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിനെ റിപ്പയർ ചെയ്യണം. പരിക്കാന്ന് എങ്ങനെയാ മനസ്സിലാകുന്നത്? നമുക്ക് പറഞ്ഞ പോലെ ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കയറ്റിയ സാധനം പരിക്കുള്ള സാധനമാണ് കയറ്റിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ അതിനെ റിപ്പയർ ചെയ്യണം വിത്തിൻ നോ സെക്കൻഡ്. അതാണ് നമ്മുടെ NLP പഠിക്കുന്നത്. അപ്പൊ അത് റിപ്പയർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഉള്ളിൽ കയറിയ മാപ്പിനെ റിപ്പയർ ചെയ്യുക. അങ്ങനെ അതാണ് നോയിങ് മൈസെൽഫ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അറിയുന്നു, റിപ്പയർ ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അറിയാൻ മാത്രം പോരാ, അപ്പൊ റിപ്പയറിങ് ചെയ്യണം. അങ്ങനെ വരുമ്പം നമ്മുടെ മാപ്പെന്ന ഉള്ളിലെ ലോകം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും, കംഫർട്ടബിൾ ആയിട്ട് അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ NLP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുന്ന മാപ്പിനെ അപ്പം മോഡിഫൈ ചെയ്തെടുക്കുക എന്നതാണ്. അതാണ് NLP കൊണ്ട് NLP നിങ്ങൾ പഠിക്കുന്നത്.